ഹലോ. ഇപ്പോൾ ഇലക്ഷൻ ടൈമിൽ ഒരുപാട് നമ്മുടെ പുതിയ പുതിയ കാൻഡിഡേറ്റ് വന്നിട്ട് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. അതായത് പുതിയ നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥികൾ ഒരുപാട് വികസനങ്ങളെ കുറിച്ചിട്ട് സ്വപ്നം കണ്ട നമ്മുടെ മോദിജി കണ്ട സ്വപ്നത്തെ കുറിച്ചൊക്കെ ഒരുപാട് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. കുടിവെള്ളം തന്നെയായിരിക്കും ആദ്യം നമ്മൾ നോക്കുക. പിന്നെ ഒരുപാട് പാലങ്ങൾ വളരെ അത്യാവശ്യമാണ്. റോഡുകൾ തിരുവാർപ്പുറത്തുണ്ടായിട്ടുണ്ട്. പിന്നെ വീടില്ലാത്ത ആ കൂടുതൽ ഡെഫിനറ്റ്ലി നമ്മൾ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ എടുത്ത് പറയുന്ന കാര്യം തൊഴിലാവസരമാണ്. കിഴക്കമ്പലം ഞാനിവിടെ കൊണ്ടുവരുന്നപ്പോൾ എല്ലാവരും ആദ്യം കുറെ കളിയാക്കലായിരുന്നു. അപ്പോൾ അത് ബീഹാറിൽ എങ്ങനെയാണ്, ഗുജറാത്തിൽ എങ്ങനെയാണ്, UP-യിൽ എങ്ങനെയാണ്, അവിടെയൊക്കെ വികസനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഒരു വീടാണ് ഇതാ. ഇവിടെ ഈ വീട് നമുക്ക് കാണാം. ഈ വീടിന്റെ മുന്നിൽ തന്നെ വലിയൊരു ബോർഡാണ്, വലിയ ബോർഡ്. കേരളത്തിലൊക്കെ വെക്കണം എന്ന് പറഞ്ഞത് ഇതേപോലുള്ള ബോർഡാണെന്ന് തോന്നുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരു നാട്ടിലേക്ക് പോയപ്പോൾ, ആ ഇലക്ഷന് നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ എടുത്തിട്ടുണ്ട്, അവിടുത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്താണ് ആ നാടിന്റെ വികസനം, ആ നാടിന്റെ സ്കൂൾ എങ്ങനെ, റോഡ് എങ്ങനെയെന്നുള്ളത് അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ നാട്ടിന്റെ സ്കൂൾ ഇതാ, പ്രൈമറി സ്കൂൾ ഇതാണ്. ചാലി കണ്ടോ, ഈ റോഡ് മുകളില് ഈ സ്കൂളിന്റെ ഗ്രൗണ്ട് കണ്ടോ, ആടില്ലേ. 2 വർഷമായി അങ്ങനത്തെ കാണണ്ടേ നമുക്ക്. പിന്നെ ഇപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ഇലക്ഷൻ. അതുകൊണ്ട് നാടിന്റെ സ്കൂള് എന്ന് വെച്ചാൽ അത്രയ്ക്കേ ഉള്ളൂ. അവിടെ തീരെ സ്കൂൾ ഒരു വൃത്തിയില്ല. അതായത് ഇലക്ഷൻ ടൈം ആയിട്ട് പോലും ഒരു വൃത്തികളായി കിടക്കുന്ന ആ സ്ഥലമൊന്നും വൃത്തിയാക്കിയിട്ടില്ല. സ്കൂളിലൊരു വൃത്തിയില്ല, റോഡ് പോരാ. ഇത് അവിടുത്തെ കുട്ടികള്, ഇതാണ് അവിടുത്തെ നാട്. ഈ വീടുണ്ടാക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ആകെ ലഭിച്ചത് 2 ലക്ഷം രൂപ. അതിൽ 50,000 രൂപയാണ് കൈക്കൂലിയായി കൊടുക്കേണ്ടി വന്നത്. കൊടുത്തതല്ല, അവരെടുത്തതാണ്. ഇതാണ് ബീഹാറിലെ പലയിടത്തെയും അവസ്ഥ. ഇതാണ് ഈ മോഡൽ വികസനമാണോ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ മോഡൽ വികസനമാണോ നമ്മുടെ കേരളത്തിലേക്ക് മോദിജി കണ്ട സ്വപ്നങ്ങൾ നിറവേറ്റാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞത്? അവിടെ തീരെ, അതായത് ഈ UP-യിലും ഗുജറാത്തിലും അതുപോലെ ബീഹാറിലൊന്നും നിങ്ങൾ ആരും പോകണ്ട, ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 2020 സ്ഥാനാർത്ഥികൾ പ്രസംഗിക്കണ്ടായിരുന്നു. എന്തിന് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത്, എന്തിനാ അവിടെ വരെ പോകണം? പോണ്ട, അവിടെ പോയ ഒരാൾ തന്നെ പറയുന്നുണ്ട്. സഹിക്കാൻ പറ്റാത്ത മണം. 2 ഭാഗത്തും ആളുകൾ രാവിലെ തന്നെ പോയതാണെന്ന് തോന്നുന്നു. ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരം. അതുകൊണ്ടാണ് ഇവിടെ നിർത്തി ഇവരോട് സംസാരിച്ചത്. ഈ ഗ്രാമത്തിലെ വീടുകളിലുള്ള ആർക്കും കക്കൂസില്ല, അവർക്ക് വീട് വെച്ച് നൽകിയിട്ടില്ല, വെള്ളമില്ല, സൗകര്യമില്ല. എന്തൊരവസ്ഥയാണിത് ഈ അവസ്ഥ. അദ്ദേഹത്തിന്റെ വീട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇതാണ് അവിടുത്തെ വികസനങ്ങൾക്ക്. ഇത്തരത്തിലുള്ള വികസനങ്ങളാണോ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്? വോട്ട് അടിച്ചിട്ട് ആൾക്കാർ ജാസ്തി പൈസ ഉണ്ടാക്കും, പക്ഷെ നമ്മളുടെ ഈ സ്കൂൾ അടിപൊളി ആക്കൂല. നമ്മളുടെ നാട്ടിൽ അങ്ങനത്തെ പോലെ നോക്കണ്ട. ശരിയാവും, ഒരു ദിവസം മരിച്ചു പോയിട്ട് മറ്റന്നാള് നമ്മളുടെ ഇവിടെ ഇലക്ഷൻ വോട്ട് അടിക്കും. നല്ല റോഡ്, നല്ല സ്കൂള്, നല്ല വിദ്യാഭ്യാസം, നല്ല കുടിവെള്ളം എന്നൊക്കെ, അതൊക്കെ നമ്മുടെ മോദിജി കണ്ട സ്വപ്നം പോലെ ഇവിടെ നിറവേറ്റണമെങ്കിൽ BJP ഇവിടെ വരണമെന്നാണ്. ഇതൊക്കെ ഈ കേരളത്തിൽ എല്ലാം ഉണ്ട്. നല്ല റോഡുകളുണ്ട്, നല്ല സ്കൂളുകളുണ്ട്, നല്ല കുടിവെള്ളം കിട്ടുന്നതുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ അവിടുത്തെ മോഡൽ വികസനമാണ് പറഞ്ഞാൽ, അവിടുത്തെ മോഡൽ എന്താ വികസനം? അവിടുത്തെ മോഡൽ വികസനമാണ് ഈ കാണുന്നത്. അതായത് 2025 നമ്മുടെ ബീഹാറിലെ ചാന്ദിനി ദേവി എന്ന നമ്മുടെ സഹോദരി എവിടെയാണ് കക്കൂസിൽ പോകുന്നത് അവർ തന്നെ നമ്മുടെ കൂടെ വന്ന് കാണിച്ചു തരികയാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് ആളുകൾക്ക് ശൗചാലയം കൊടുക്കുന്നതെന്ന് പറയുന്ന പ്രധാനമന്ത്രി നമുക്കുണ്ട്. വികസനമാണ് ബീഹാർ ആകെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അതിന്റെ പാർട്ടി ഇവിടെയുണ്ട്. ഇത്തരത്തിലുള്ള വികസനമൊന്നും ഞങ്ങൾക്ക് കേരളത്തിലേക്ക് ആവശ്യമേ ഇല്ല. ഇവിടെ ഓൾറെഡി ആവശ്യത്തിന് നല്ല വികസനങ്ങൾ നന്നായിട്ടുണ്ട്. വികസനം എന്ന് പറയുന്നത് കുഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങണം. അതായത് സാധാരണ പാവപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് തുടങ്ങണം. സാധാരണ പാവപ്പെട്ടവന് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വികസനങ്ങളും ഒരുവിധം ഇവിടെ പരമാവധി ഇവിടെ വികസനങ്ങൾ എത്തിയിട്ടുണ്ട്. സാധാരണ വീടില്ലാത്തവന് വീട്, എല്ലാം, കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസ്, വീടില്ലാത്തവർക്ക് വീട്, വെള്ളം, വെളിച്ചം, എല്ലാ സൗകര്യവും കേരളത്തിലായിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും 1-2 വീടുകളാണ് പൂർത്തീകരിക്കാൻ പറ്റാതെ കിടക്കുന്നത്. അതിൻ്റെതായ തടസ്സങ്ങളുമുണ്ട്. അല്ലാതെ സർക്കാർ അവർക്ക് വീട് കൊടുക്കാതിരിക്കുന്നത് അവരെ പുറന്തള്ളിയതുകൊണ്ടൊന്നുമല്ല. ആ പാവപ്പെട്ടവർക്ക് ഒരു വീട് കൊടുക്കുന്നതാണെങ്കിൽ ആ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒക്കെ അതിൻ്റെതായ നിയമവശങ്ങളുണ്ട്. ആ നിയമവശങ്ങളിൽ കൂടെ ചെന്നാൽ ആ വീടില്ലാത്തവർക്ക് ഉറപ്പായും കിട്ടും. ചില ആളുകൾക്ക് വീട് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അവർ പൂർത്തീകരിക്കാതെ ചെയ്യാതെയൊക്കെ കുടിൽ വെച്ച് കിടക്കുന്നതിന് താമസിക്കുന്നുണ്ട്. പിന്നെ ചിലവർക്ക് റേഷൻ കാർഡോ ആധാർ കാർഡോ ഐഡന്റിറ്റി കാർഡോ ഒന്നുമില്ലാത്ത ചില ആളുകളുണ്ടോ, അവർക്ക് ചിലവർക്ക് വീട് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ വീട് കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെ വീട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് എല്ലാം ഉണ്ടാക്കും. എന്നിട്ട് വീടിന് അപേക്ഷിച്ചാൽ ഉറപ്പായും ഗവൺമെന്റിന്റെ ഭവന നിർമ്മാണ പദ്ധതികളുടെ വീട് ഉണ്ടായിരിക്കും, കിട്ടിയിരിക്കും. ഇതൊന്നുമില്ലാതെ വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും കുഴപ്പങ്ങൾ അവർക്ക് തന്നെ ഉണ്ടാകാം. അല്ലാതെ സർക്കാർ അങ്ങനെ വീട് ഒരാൾക്കും കൊടുക്കാതിരിക്കില്ല. ചിലപ്പോ നമ്മൾ വീടിന് അപേക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ഭർത്താവിന്റെ പേരിലായിരിക്കും സ്ഥലം ഉണ്ടാകുക, അപേക്ഷിക്കുന്ന ഭാര്യയായിരിക്കും. ചിലവരുടെ പേരിൽ ഭാര്യയുടെ പേരിക്കും സ്ഥലം ഉണ്ടാവുക, ഭർത്താവായിരിക്കും അപേക്ഷ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതൊന്ന് അവർ വെരിഫൈ ചെയ്യുമ്പോൾ അതിൽ അവരുടെ പേരിൽ സ്ഥലമില്ല എന്നുള്ളത് കാണിക്കുമ്പോഴേക്കും ചിലർക്ക് വീട് കിട്ടാത്തത്. അതൊക്കെ ക്ലിയർ ആക്കണം. അതായത് തന്റെ പേരിൽ 3 സെന്റോ 5 സെന്റോ ഭൂമി തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് പഞ്ചായത്തിൽ കൊണ്ടുപോയി നമുക്ക് 3 സെന്റ് 5 സെന്റ് ഭൂമി 3 സെന്റ് എനിക്ക് എന്റെ പകരം സ്ഥലമുണ്ട്, എനിക്കൊരു വീട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള അപേക്ഷകൾ കൊടുത്താൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് ചില പ്രൊസീജിയറുകളൊന്നും കറക്റ്റ് ആയിരിക്കില്ല, വേറൊരാളുടെ പേരിലായിരിക്കും സ്ഥലം കിടക്കുന്നത്. അതുകൊണ്ടൊക്കെ ചിലവർക്ക് വീട് കിട്ടാതെ വരുന്നുണ്ട്. സ്വന്തമായിട്ട് നമ്മുടെ പേരിൽ 5 സെന്റ് സ്ഥലമുണ്ട്, എനിക്ക് വീടിന് അപേക്ഷിച്ച് വീട് എനിക്ക് വേണം എന്ന് ആരെങ്കിലും അപേക്ഷിക്കുക ഉറപ്പായും വീട് കിട്ടിയിരിക്കും.
എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാർക്കും വീട് കിട്ടാത്തത്. ചിലവർ മുമ്പ് വീടിന് പാസ്സായിട്ടുണ്ടാവും, വീട് കെട്ടാതെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. ചിലവർക്ക് വീട് കിട്ടിയിട്ട് പകുതി കെട്ടി നിർത്തിയിട്ടുണ്ടാവും, എന്നിട്ട് എവിടെയും ഉള്ളിൽ തന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് ചില ആളുകൾ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതാ അതിദരിദ്രരായ ആൾക്കാർ, ഇവർക്ക് വീട് കിട്ടിയിട്ടില്ല, ഇവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല, വീടില്ല എന്നൊക്കെ പറഞ്ഞ് ചിലവര് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചുകൊണ്ട് ചിലവർ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വീടുകൾ എടുത്ത് കുത്തിപ്പൊക്കും. ചില ഭാഗങ്ങളിലേക്ക് ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അവിടെ നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ആരാണോ മെമ്പർ, അല്ലെങ്കിൽ അവിടെ ആരാണോ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരുമായി കണ്ട് ആ കാര്യങ്ങൾ ഇഷ്യൂ ചെയ്ത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അതൊരു ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ വികസനം വന്നിരിക്കും. അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല, ഒരാൾക്കായിട്ട് മാറ്റി വയ്ക്കുന്നില്ല ഗവൺമെന്റ്. എല്ലാവർക്കും വീട് എന്നുള്ള സ്വപ്നം തന്നെയാണ് കാണുന്നത്. പിന്നെ ചില ആളുകൾ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നത് എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ ഉണ്ടാവും. ആദ്യം ആ നിയമ തടസ്സങ്ങളൊക്കെ നീട്ടി നിങ്ങൾ അതിന് അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് വീടിന്റെ എന്നുള്ള സ്വപ്നം നടന്നിരിക്കും. അങ്ങനെ ഈ അതിദാരിദ്ര്യ കുടുംബം എന്ന് പറയുന്നത് തീരെ അതെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വഴിയില്ലാത്തവരായിട്ട് കേരളത്തിൽ നിന്ന് കുറവ് തന്നെയാണ്. അപ്പൊ നമ്മുടെ കേരള സർക്കാർ, അതായത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ ഈ 10 വർഷം കൊണ്ട് പല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ കേരളത്തിൽ ഇത്രയും വികസനങ്ങൾ ഉണ്ടായിട്ടും ചിലവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നിയമ തടസ്സങ്ങൾ എല്ലാം കാരണം കൊണ്ടായിരിക്കാം. ഇത്രയും എന്താ പറയാ പണിയെടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ വികസനങ്ങൾ നടത്തിയിട്ടുള്ളത്. എല്ലാവരെയും നന്നായിട്ട് അന്വേഷിക്കുകയും അവരെ ഗൈഡ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് തന്നെയാണ് ഈ വികസനങ്ങൾ പരമാവധി കേരളത്തിൽ ഒരുവിധം അല്ലെങ്കിൽ എന്താ പറയാ പരമാവധി വികസനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയും പൂർത്തീകരിക്കാനായിട്ട് എന്തായാലും LDF വന്നാൽ തന്നെ ഈ വികസനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കേരള ഗവൺമെന്റ് എടുത്തു നോക്കിയാൽ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരള ഗവൺമെന്റ് എത്രയോ മുമ്പിലാണ്. സാധാരണ മറ്റ് സ്റ്റേറ്റുകൾ എടുത്തു നോക്കിയാൽ എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാം കൊണ്ടും താഴോട്ടാണ്. കേരളം മാത്രമാണ് ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് 10 വർഷത്തെ സഖാവ് പിണറായി വിജയന്റെ ഭരണ നേതൃത്വത്തിലൂടെയാണ് വികസനങ്ങൾ എത്തിയിട്ടുള്ളത്. അത് കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വരുന്ന തുടർ ഭരണത്തിൽ ഉറപ്പായും അവിടേക്കും വികസനങ്ങൾ എത്തി അവർക്കും കിട്ടിയിരിക്കും. അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് കേരള സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും ലക്ഷ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. നിയമ തടസ്സങ്ങളെല്ലാം നീക്കി നിങ്ങളുടെ ആവശ്യമായ നിങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് പഞ്ചായത്ത് മെമ്പറിനോടോ പഞ്ചായത്ത് പ്രസിഡന്റിനോടോ കണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് വികസനങ്ങൾ നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി എടുക്കണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്.